വെള്ളിക്കുതിര എത്തുന്നതിന്റെ കാഴ്ചകളാണ്, കുമാരസ്വാമി എത്തുന്നതിന്റെ കാഴ്ചകളാണ്. ഈ ഒരു സ്വീകരണത്തിനായി കുമാരസ്വാമിയെ ഇങ്ങോട്ടേക്ക് ആനയിക്കുന്നതിനായി നിരവധി ആളുകൾ, ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. റോഡിന് ഇരുവശവും നിന്ന് ആ കാഴ്ച കാണാനായി, ഒപ്പം അതിനെ എതിരേൽക്കാനായി വിളക്കും ഇതൊക്കെ വെച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഹാരം അണിയിക്കാൻ, ആ വെള്ളിക്കുതിരയിൽ അണിയിക്കാനുള്ള ഹാരത്തിന് തന്നെ പ്രത്യേകതകളുണ്ട്. ആ ഹാരം അണിയിക്കാനായി നോക്കൂ, ആ ദൂരെ നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എല്ലാ വശത്തു നിന്നുമുള്ള ഹാരം അവിടെ അണിയിച്ചുകൊണ്ട് വെള്ളിക്കുതിര പൂജപ്പുര മൈതാനത്തേക്ക്, അല്ലെങ്കിൽ പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് അടുക്കുകയാണ്. അവിടെ എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വെള്ളിക്കുതിര അവിടെ വെക്കുന്നതിനായി, അതിലൊന്ന് തൊട്ടു തൊഴുന്നതിനായി നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആ ഘോഷയാത്രയാണ് ശ്രീജ നമ്മളിലൂടെ ഇപ്പോൾ നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കരമനയിൽ നിന്ന് തുടങ്ങിയ ഈ താലപ്പൊലിയോ ഏന്തി ഇവർ പൂജപ്പുരയിൽ നിന്ന് പോയവരാണ്. ഇവർ പൂജപ്പുരയിൽ നിന്ന് കരമന പോയി, കരമനയ്ക്ക് അടുത്തുള്ള ആര്യശാലയിലാണ് കഴിഞ്ഞ 9 ദിവസമായി ഈ കുമാരസ്വാമി വിശ്രമിച്ചിരുന്നത്. അവിടെ 9 ദിവസം ഇരുന്നാണ് തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. 9 ദിവസവും സ്വാമിയെ കാണാൻ പോകുന്നവരുണ്ട്. അതെ, അതിനുശേഷമാണ് ഇപ്പോ പൂജപ്പുരയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ളത്, ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇവിടെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്. ഒരു ദൈവത്തിന് സർക്കാരിന്റെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ, ആ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ഇവിടെ ചെറിയ ചില ചടങ്ങുകൾ ബാക്കിയിട്ട് ആ ചടങ്ങിന് ശേഷമാണ് ഇവിടെ നിന്ന് പതിയെ മടങ്ങുന്നത്. മടങ്ങുമ്പോ അവർ ഒന്നിച്ചാണ് പോവുക. 300 നങ്കയും സരസ്വതി അമ്മനും ഒക്കെ ചേർന്ന് ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോ ഇതേപോലെ അതിർത്തി വരെ കേരള സർക്കാരിന്റെ പ്രതിനിധികൾ ഉണ്ടാവും. അങ്ങനെ ഇതൊരു വേണാട് എന്ന് പറയുന്നത് ഒന്നായിരുന്നു. പിന്നീടാണ് തമിഴ്നാടായതും കന്യാകുമാരി ജില്ലയായതും ഒക്കെ വളരെ വളരെ അടുത്ത് നടന്ന കാര്യമാണ്. അന്ന് വരെ ഇത് നാഞ്ചനാടാണ്. ആ സംസ്കാരം, നാഞ്ചനാടിന്റെ സംസ്കാരം പങ്കിടുന്നവരാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കന്യാകുമാരിയും. 2 സംസ്ഥാനങ്ങളിൽ 2 ജില്ലകളിലായി കിടക്കുമ്പോഴും ഒരേ സംസ്കാരവും ഒരേ മനസ്സുമൊക്കെയുള്ള ആ മനുഷ്യരെ ആ സൗഹാർദ്ദം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നു. ശ്രീജ, ഈ ഒരു വരവ് കാണാൻ, ആ വെള്ളിക്കുതിരപ്പുറത്ത് വരുന്ന വരവൊന്ന് നോക്കൂ. ആ വരവ് കാണാൻ, ആ വെള്ളിക്കുതിരയൊന്ന് തൊട്ടു തൊഴാനായി, ഒന്ന് കോവിലിൽ നിന്ന് വരുന്ന കുമാരസ്വാമിയെ കാണാനായി കാത്തുനിന്ന ജനങ്ങൾക്ക് ഈ ഒരു കാഴ്ച അത് അവർക്ക് അത്രത്തോളം സന്തോഷവും ആത്മവിശ്വാസവും ആത്മവീര്യവും ഒക്കെ നൽകുന്നതാണ്. അത് പൂജപ്പുരയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഗാർഡ് ഓഫ് ഓണർ നൽകി അവിടേക്ക് സ്വീകരിക്കുന്ന പരിപാടിയാണ്. അതിലേക്ക് പോവുകയാണ്. നോക്കൂ, അവിടെ പൂ എറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ് എല്ലാവരും. അതിന് മുകളിലായി മുരുകൻ സ്വാമിയെ നമുക്ക് കാണാം. അതാണ് അവിടെ നിന്ന് വന്ന, അതെ കുമാരൻ കോവിലിൽ നിന്ന് കൊണ്ടുവന്ന കുമാരസ്വാമിയുടെ വിഗ്രഹമാണ് നമ്മൾ ആ കാണുന്നത്. വെള്ളിക്കുതിരപ്പുറത്തേറിയ കുമാരസ്വാമിയാണ്. ആ കുമാരസ്വാമി ഇങ്ങോട്ട് വരികയും ഈ ദൃശ്യങ്ങളൊക്കെ അശ്വതിക്ക് നൊസ്റ്റാൾജിക് ആയിരിക്കും. തീർച്ചയായും ചെറുതിലെ മുതൽ കാണുന്ന ഇത്തരത്തിലൊരു വെള്ളിക്കുതിര നമ്മൾ വളരെ ചെറുതിലെ മുതൽ കാണുന്ന പൂജവയ്പ് എന്ന് നമുക്ക് പറഞ്ഞാൽ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നോക്കൂ, ആ നാരങ്ങാമാലയും മറ്റു മാലകളും ഒക്കെ അണിഞ്ഞ് അലങ്കാരത്തിൽ ഇത്തരത്തിൽ വെള്ളിക്കുതിര ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതൊന്ന് കണ്ടു തൊഴാൻ, ഒന്ന് തൊട്ടു തൊഴാൻ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജ, ഈ കുതിര പുറത്ത് വരുന്ന നോക്കൂ, ഈ കുതിര ചുമക്കുന്ന ആളുകൾ, അവരെ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആളുകളുടെ മേലാണ് വരുന്നത്, അല്ലാതെ അത് വാഹനത്തിലല്ല എന്നുള്ളതാണ്. ഇത്രയും ദൂരം താണ്ടി വെയിലും മഴയും ഒക്കെ കൊണ്ട് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാറി ഇവരെല്ലാവരുമാണ് ഇത് തോളിലേറ്റി വരുന്നത്. അവർ പ്രത്യേകം വ്രതമെടുത്ത്, എത്രയോ ദിവസം വ്രതമെടുത്ത് കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് ഈ വെള്ളിക്കുതിരയെ തോളിലേറ്റി വരുന്നത്. അത് കാണാനായി എത്ര പേരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് നോക്കൂ ശ്രീജ. ഇനി ഈ ഗാർഡ് ഓഫ് ഓണറോടെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നു. ഇത് കഴിഞ്ഞ് മുരുകന് കാവടി സമർപ്പിക്കുന്നുണ്ട്. ആ കാവടിക്ക് അവിടെ തയ്യാറായിട്ടുണ്ട്. കാവടി അവിടെ നിന്നും ചെങ്കളൂർ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ ഇതിന് മുന്നിലേക്ക് വരും. സ്വാമിയെ കാണാനായി കാവടി സമർപ്പിക്കാനായി ആളുകൾ അവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് ഈ വെള്ളിക്കുതിരയും ഒപ്പം കുമാരസ്വാമിയും അങ്ങോട്ടേക്ക്, വെള്ളിക്കുതിരമേലേറിയ കുമാരസ്വാമി അങ്ങോട്ടേക്ക് പോവുകയാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിലൊന്നാണ് ഈ വളരെ വിപുലമായി നവരാത്രി ആഘോഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഈ ഒരുക്കങ്ങളൊക്കെ. രാജാവിന് തമിഴ്നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വന്ന, തമിഴ്നാട്ടിലെ പത്മനാഭപുരം ആയിരുന്നു അന്ന് ആസ്ഥാനം, അങ്ങോട്ടേക്ക് പോകാൻ കഴിയാതെ വന്നതോടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും കൂടി ആഘോഷിക്കാം എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയതാണ്, തിരുവനന്തപുരത്തേക്ക് വരാൻ തുടങ്ങിയതാണ്. ആ വരവ് ഇപ്പോഴും ആ പാരമ്പര്യത്തിന്റെ പ്രൗഢിയോടെയും തനിമയോടെയും അതേപടി നടക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. എല്ലാ വർഷവും
നവരാത്രിക്ക് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് യാത്ര പുറപ്പെടും. ആ യാത്ര നവരാത്രി ദിനത്തിൽ, നവരാത്രി തുടങ്ങുന്ന അന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് അവസാനിക്കും. 3 പേരും ഒന്നിച്ചു വരുന്നു. 3 പേർ 3 വഴിക്ക് പിരിയുന്നു. ആ വഴി ഒന്ന് അവസാനിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ സരസ്വതി അമ്മൻ പോവും. പിന്നെ ചെന്തിട്ട ക്ഷേത്രത്തിലേക്ക് 300 നങ്ക പോവും. മൂന്നാമത്തേത് ആര്യശാലയിലേക്ക് പോകുന്ന കുമാരസ്വാമിയാണ്. ആ കുമാരസ്വാമിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ സരസ്വതി മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ആചാരപരമായ എല്ലാ സ്വീകരണം, അത് താലപ്പൊലിയല്ല, അത് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറാണ്. അങ്ങനെ സർക്കാരിന്റെ ആതിഥ്യം സ്വീകരിച്ച ശേഷം കുമാരസ്വാമി തിരിച്ചുപോകും. ആ തിരിച്ചുപോക്കൽ അതിമനോഹരമായ കാഴ്ചയാണ്. ആ തിരിച്ചുപോക്കും അതിനുശേഷം അതിർത്തി വരെ ഇവിടുന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ കൂടെ ഉണ്ടാവും. അവിടെ വെച്ച് തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധികൾ ഏറ്റെടുക്കും. അങ്ങനെ ജനങ്ങളും സർക്കാരും വിശ്വാസികളും ഒക്കെ ചേർന്ന് അതിമനോഹരമാക്കുന്ന, ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു നവരാത്രിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. വിദ്യാരംഭം ഏറ്റവും മഹത്വമാണ്. ആ വിദ്യാരംഭത്തോടൊപ്പം ഇത്രയേറെ ആചാരത്തനിമയോടെ നടക്കുന്ന ഇങ്ങനെയൊരു യാത്ര കൂടി, ഈ മനോഹരമായ യാത്ര കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അറിവിന്റെ ലോകത്തേക്ക് ഇന്ന് 1000 കുരുന്നുകൾ കടന്നു കഴിഞ്ഞു. കേരളത്തിനും പുറത്തുമൊക്കെയായി ഒരുപാട് കുട്ടികൾ ഇന്ന് അറിവിന്റെ ലോകത്തേക്ക് ആദ്യ ചുവടുവെപ്പ് വെക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മൾ പിന്തുടർന്നു വന്ന കുറേ ആചാരങ്ങൾ, ഏറ്റവും മനോഹരമായ ഐക്യത്തിന്റെ സന്ദേശങ്ങൾ ഇതുകൂടി ആ കുഞ്ഞുങ്ങളിലേക്കും അവരിലേക്കും ഒക്കെ അതാണ്. നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരാൾ പോലും വഴിയില്ലായിരുന്നു. വിജനമായിരിക്കുകയായിരുന്നു. പോലീസ് നേരത്തെ തന്നെ ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വശത്തുകൂടി ഇന്ന് വാഹനങ്ങൾ പോകില്ല എന്ന് എല്ലാ തിരുവനന്തപുരത്തുകാർക്കും അറിയാം. അത് പതിവ് പോലെ തന്നെ കൃത്യമായി പോലീസിന്റെ ഇടപെടലുണ്ടായി, ഗതാഗത ക്രമീകരണം ഉണ്ടായി. ഇപ്പൊ നോക്കൂ, അത് കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ പറഞ്ഞ വിദ്യാരംഭത്തോടെ പലയിടത്തും ചടങ്ങുകൾ അവസാനിക്കുമ്പോൾ ഇവിടെ വിദ്യാരംഭത്തോടെ ഇന്നത്തെ ദിവസം മുഴുവനും പൂജപ്പുരയിലേക്ക് എത്തുന്ന ജനങ്ങൾ, ഇവിടെ ചെലവഴിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി കാവടിയുണ്ട്. ഈ കാവടി കാണാനായി കാത്തു നിൽക്കുന്ന ഈ ആളുകളെയാണ് നമ്മൾ കാണുന്നത്.